നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് കേരള PSC ഇന്ന് നടത്തിയിട്ടുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പഴയ രീതിയിലുള്ള ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കറണ്ട് അഫയേഴ്സ് ആണ് ഇതിൽ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. എങ്കിൽ കൂടെയും അത്യാവശ്യം വായിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഇന്നത്തെ ആൻസർ കീ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ? 4 ഓപ്ഷനുകളാണുള്ളത്: സ്വദേശി മിത്രം, കേസരി, സംബാദ് കൗമുദി, ന്യൂ ഇന്ത്യ. ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സംബാദ് കൗമുദിയാണ്. സംബാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷനുകളുണ്ട്: ഡോക്ടർ സക്കീർ ഹുസൈൻ, DK കാർവേ, MA അൻസാരി, GG അഗാർക്കർ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി, DK കാർവേ ആണ്. DK കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം നിങ്ങൾ മറ്റെവിടെയെങ്കിലും അടുത്തിടെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നടന്നിരിക്കുന്ന LD ക്ലർക്കിന്റെ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഇതേ സെയിം ചോദ്യം ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താതെ അതുപോലെ തന്നെ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ചോദിച്ചിരുന്നത് നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടതാണ് എന്നായിരുന്നു LDCയുടെ ലാസ്റ്റ് പരീക്ഷയ്ക്ക്. അതായത് 2022-ലാണല്ലോ LDCയുടെ അവസാന പരീക്ഷ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പരീക്ഷയിൽ ചോദിച്ച സെയിം ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി വരുന്ന പരീക്ഷയിൽ ഈ ചോദ്യം നേരെ തിരിച്ചും ഇടാം. ഈ ചോദ്യം എങ്ങനെ ചോദിക്കാം? മറാത്തി ഭാഷയിലെ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര് എന്ന് ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ് എന്ന് ചോദിച്ചാൽ അത് മറാത്തി ഭാഷയിലാണ്. ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ്. ഇനി അടുത്തതായിട്ട് 4ാമത്തെ ചോദ്യം: ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആര്? അമൃത ഷെർഗില്, നന്ദലാൽ ബോസ്, അഭിനേന്ദ്രനാഥ് ടാഗോർ, ജ്യോതിബ ഫുലെ എന്നിങ്ങനെ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാവരും ചിത്രരചന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചേക്കണം, ഇനി ഡൗട്ട് ഉണ്ടാവരുത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അഭിനേന്ദ്രനാഥ് ടാഗോർ ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അഭിനേന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. പഠിച്ചു വെക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇനി 6ാമത്തെ ചോദ്യം: ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ സി, NV കൃഷ്ണ വാര്യർ ആണ്. NV കൃഷ്ണ വാര്യർ ആണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത്. ഇനി അടുത്ത ചോദ്യം: മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഏത് ഭരണഘടനയിൽ നിന്നാണ്? അത് എല്ലാവർക്കും അറിയുന്നതാണ്. റഷ്യയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, അല്ലെ? അറിയാത്തവർ പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു ചോദ്യം ഇനിയും ആവർത്തിക്കാം. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? റഷ്യയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 8ാമത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? 4 ഓപ്ഷനുകളുണ്ട്: ബാലഗംഗാധര തിലക്, ലാല ലജ്പത് റായ്, ചിത്തരഞ്ജൻ ദാസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം
അത്യാവശ്യം PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ചിത്തരഞ്ജൻ ദാസ് അഥവാ CR ദാസ് ആയാലും ഈ പറയുന്ന നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകനും അതുപോലെ തന്നെ ലാലാ ലജ്പത് റായിയുമാണ്. ഇവരിലെ രണ്ടുപേരിൽ ആരാണ് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാത്തത്. ബാക്കിയുള്ള ലാലാ ലജ്പത് റായി ആയാലും ചിത്തരഞ്ജൻ ദാസ് ആയാലും അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെ ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 9ാമത്തെ ചോദ്യം, തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷനുകളുണ്ട്. പുന്നപ്ര വയലാർ സമരം, കല്ലുമാല സമരം, ഇലക്ട്രിസിറ്റി സമരം, കയ്യൂർ സമരം. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരമാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. 10ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? 4 ഓപ്ഷനുകൾ ഇവയാണ്. സന്യാസി കലാപം, മലബാർ കലാപം, വെല്ലൂർ കലാപം, ശിപായി കലാപം. ഇവിടെ എല്ലാവർക്കും ഡൗട്ട് വരാനുള്ള ഒരു ഏരിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമില്ലാത്ത ഏരിയ എന്ന് പറയുന്നത് ഒന്ന് മലബാർ കലാപം അല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അതുപോലെ ശിപായി കലാപവും അല്ല. നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ഏരിയ എന്ന് പറയുന്നത് അധികം ആരും അങ്ങനെ എന്താ പറയുക പ്രസക്തമായിട്ട് നോക്കാത്ത 2 കലാപങ്ങളാണ്. ഒന്ന് സന്യാസി കലാപവും വെല്ലൂർ കലാപവും. ഈ 2 ഏരിയയിലാണ് നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സന്യാസി കലാപവും വെല്ലൂർ കലാപവും ഒക്കെ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി വെല്ലൂർ കലാപമാണ് 1806 നടന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷനുകൾ ഇവയാണ്. ജി ശങ്കരക്കുറുപ്പ്, വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ, സി കേശവൻ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി 12ാമത്തെ ചോദ്യം, വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കുമാരനാശാനാണ്. വിവേകോദയത്തിന്റെ സ്ഥാപകനാണ് കുമാരനാശാൻ. ഇനി 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? 4 ഓപ്ഷനുകളുണ്ട്. KM മുൻഷി, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ KM മുൻഷിയാണ് ശരിയായിട്ടുള്ള ആൻസർ. KM മുൻഷിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. ഓരോ ഭാഗവും അടിവരയിട്ട് പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയെയല്ല വിശേഷിപ്പിച്ചത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി അടുത്ത പരീക്ഷയിൽ ഈ ചോദ്യം നേരെ തിരിച്ചും ചോദിക്കാം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് KM മുൻഷി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്ന് ചോദിക്കാം. എന്നിട്ട് ഓപ്ഷൻ തരാം. മൗലികാവകാശം, ആമുഖം, അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ എന്നൊക്കെ ഓപ്ഷനും വരാം. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ചോദ്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ടിരിക്കണം. അപ്പോൾ പഠിച്ചു വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇനി അടുത്തതായിട്ട് 14ാമത്തെ ചോദ്യം, 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? ഈ ചോദ്യം നിങ്ങൾ നോക്കിയേ. 102ാമത്തെ ഭേദഗതി ഏത് എന്നല്ല ചോദിക്കുന്നത്. 102ാമത്തെ ഭേദഗതി ഏത് വർഷമാണ് വന്നത് എന്നല്ല ചോദിക്കുന്നത്. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇനിയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായിട്ടും 100ാം ഭേദഗതി തൊട്ട് 106ാം ഭേദഗതി വരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം.
അതുപോലെ 42-ാം ഭേദഗതി, 44-ാം ഭേദഗതി, 86-ാം ഭേദഗതി, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഏതൊരു മത്സര പരീക്ഷയും അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിൽ നിന്ന് ഒരു 90% ചോദ്യം ഉറപ്പാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോകുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അപ്പോൾ ചോദ്യം ഇതാണ്: 102-ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? അനുച്ഛേദം 338B ആണ് 102-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്. 102-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതാണ്? 338B. ഇനി അടുത്ത ചോദ്യം: 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവും ആയിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് അനുച്ഛേദം? എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A ആണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം എന്ന് പറയുന്നത്. ഇനി 16-ാമത്തെ ചോദ്യം: 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? കുറച്ച് ലേറ്റസ്റ്റ് അല്ലാത്തൊരു ചോദ്യമാണ് അല്ലേ? 2020 നിന്നാണ് വന്നിരിക്കുന്നത്. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ആ രാജ്യം? യുണൈറ്റഡ് കിങ്ഡം ആണ്. യുണൈറ്റഡ് കിങ്ഡം ആണ് 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് നാണയം പുറത്തിറക്കിയത്. ഇനി 17-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷനുകളുണ്ട്: വാർത്താവിനിമയം, ജനസംഖ്യാ നിയന്ത്രണം, വിദ്യുത് ശക്തി, ക്രമസമാധാനം. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അത് വാർത്താവിനിമയമാണ്. വാർത്താവിനിമയമാണ് യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ വരുന്നത്. ഇനി 18-ാമത്തെ ചോദ്യം: തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4-ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളവ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷനുകൾ ഇവയാണ്: 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി, മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി, ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി, ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ഈ 4 പ്രസ്താവനകളിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? 1, 3, 4 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് 1969-74 കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്, ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി, ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഈ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതിൽ 2-ാമത്തെ പ്രസ്താവന മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി എന്ന് പറയുമ്പോൾ അത് 4-ാമത്തെ പഞ്ചവത്സര പദ്ധതിയല്ല. 4-ാമത്തെ പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. മഹലനോബിസ് മോഡൽ മാതൃക അല്ലെങ്കിൽ മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് 2-ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യം 19-ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. 4 പ്രസ്താവനകൾ ഇവയാണ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് രൂപീകരിച്ചത്. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി ബ്രാക്കറ്റിൽ തിങ്ക് ടാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നീതി ആയോഗ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായിട്ട് നൽകിയിരിക്കുന്നത് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്നും പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് തെറ്റായ പ്രസ്താവന? ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാം. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമല്ല. ബാക്കിയുള്ള നിങ്ങൾക്ക് ഡൗട്ടുള്ള ഒരു ഏരിയ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അഥവാ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. ഇത് 90% ആൾക്കാർക്കും എന്താണ് സംഭവം എന്ന് അറിയില്ല. പക്ഷേ
നിങ്ങൾക്ക് ഈ പറയുന്ന ലാസ്റ്റ് ഓപ്ഷൻ അറിയാം, നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്നുള്ളത് തെറ്റാണെന്നറിയാം. അപ്പോൾ ഇവിടെ 1, 2 ശരി, 2, 3 ശരി, 4, 5 ശരി അങ്ങനെയുള്ളൊരു പരിപാടി ഇവിടെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമല്ല. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിന് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ചോദ്യം, 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതു പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? 4 ഓപ്ഷനുകളുണ്ട്. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്, ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഒരു ഡൗട്ടുമില്ലാതെ PSC പഠിക്കാത്തവർക്ക് പോലും എഴുതാൻ സാധിക്കുന്നൊരു ചോദ്യമാണിത്. കാരണം എന്താ? അതിൻ്റെ ഓപ്ഷൻ തന്നെ നോക്കി നിങ്ങൾ. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്, ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ, ഇങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം, ഒന്നുകിൽ ഓപ്പറേഷൻ വിജയ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയിരിക്കാം. എന്നാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അത്യാവശ്യം വാർത്തകളൊക്കെ കാണുന്നവർക്കറിയാം. അപ്പോൾ 20ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഓപ്പറേഷൻ വിജയ് ആണ്. ഓപ്പറേഷൻ വിജയ് ആണ് 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അറിയപ്പെട്ട പേര്. ഇനി അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് എന്നാണ് ചോദിക്കുന്നത്. മുന്നേ കുറച്ചൊരു മാസം മുന്നേ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു ചോദ്യം. ഈ ഒരു ചോദ്യം ഒരു മാസം മുന്നേ നടന്ന PSCയുടെ പരീക്ഷയിൽ ചോദിച്ചിരുന്നു. ചോദ്യം ഇങ്ങനെയല്ല ചോദിച്ചിരുന്നത്, ഈ വാക്ക് ആരുടേതായിരുന്നു എന്നായിരുന്നു അന്ന് ചോദിച്ചിരുന്നത്. ഇപ്പോൾ ചോദിച്ച ചോദ്യം നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് എന്നാണ് ചോദിക്കുന്നത്. ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് അല്ലെ. ഗാന്ധിജിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നെഹ്റു ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരുവാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ചോദ്യം തന്നെയാണ്. ഏതാണ് ആൻസർ? മൈസൂരാണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് അത്യാവശ്യം കറണ്ട് അഫയേഴ്സ് നോക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു ചോദ്യം കിട്ടുകയുള്ളൂ. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയുടെ ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി, ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയാണ് 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്തത്. ഇനി 24ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി, വിഴിഞ്ഞമാണ്. വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. ഇനി 25ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ ഏതാണെന്ന് പറയാൻ സാധിക്കും. ഏതാണ് ആൻസർ? 25ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, 3, 5 മാത്രമാണ്. അതായത് 3ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗുജറാത്താണ്, 5ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. ബാക്കിയുള്ള ത്രിപുര ആയിക്കോട്ടെ, ഉത്തരാഖണ്ഡ്, സിക്കിം ഇതൊക്കെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ്. എന്നാൽ നമുക്കറിയാം ഗുജറാത്ത് ആയാലും മധ്യപ്രദേശ് ആയാലും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല. ഇനി 26ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് ഏത് എന്ന് കണ്ടെത്തുക. 4 ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന അഥവാ ആരവല്ലി പർവ്വതവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന?
ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ബാക്കിയുള്ള 3 ഓപ്ഷനുകൾ ശരിയാണ്. ആരവല്ലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ആരവല്ലി പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ഇത്രയും പഠിച്ചു വെക്കുക. ഇനിയുള്ള പരീക്ഷകൾക്കും തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇനി 27ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം ഏതെന്ന് കണ്ടെത്തുക. ഏതാണ്? 4 ഓപ്ഷനുകളുണ്ട്. വടക്കൻ സിർക്കാസ് തീരം, മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ വടക്കൻ സിർക്കാസ് തീരമാണ്. ഇനി 28ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. 4 ഓപ്ഷനുകളാണുള്ളത്. ട്രാൻസ് ഹിമാലയ ഖാസി കുന്നുകൾ, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഹിമാലയ പൂർവഘട്ടം, കിഴക്കൻ മലനിരകൾ, ലഡാക്ക്. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഹിമാലയവും പൂർവഘട്ടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കിഴക്കൻ മലനിരയും ലഡാക്കുമായിട്ടും ബന്ധമില്ല. അതുപോലെ ട്രാൻസ് ഹിമാലയവും ഖാസി കുന്നുകളുമായിട്ടും ബന്ധമില്ല. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഉപദ്വീപീയ പീഠഭൂമിയും ഛോട്ടാ നാഗ്പൂരുമായിട്ടാണ് ബന്ധമുള്ളത്. ഇനി 29ാമത്തെ ചോദ്യം. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിന് അനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം ഏതെന്ന് കണ്ടെത്തുക. 4 ഓപ്ഷനുകളാണുള്ളത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്ന് എ ഓപ്ഷൻ നൽകിയിരിക്കുന്നു. ബി ഓപ്ഷനായിട്ട് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്ന് നൽകിയിരിക്കുന്നു. സി ഓപ്ഷനായിട്ട് രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്ന് നൽകിയിരിക്കുന്നു. ഡി ഓപ്ഷനായിട്ട് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്ന് നൽകിയിരിക്കുന്നു. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി 30ാമത്തെ ചോദ്യം. ആന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ചോദ്യം തന്നെയാണ്. UN സെക്രട്ടറി ജനറൽ ആണ് ആന്റോണിയോ ഗുട്ടറസ്. ഇനി 31ാമത്തെ ചോദ്യം. പുതിയതായി അധികാരമേറ്റ മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക എന്നാണ് നൽകിയിരിക്കുന്നത്. 4 ഓപ്ഷനുകൾ ഇവയാണ്. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, മധ്യപ്രദേശ് മോഹൻ യാദവ്, തെലുങ്കാന രേവന്ത് റെഡ്ഡി, ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി 32ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷനുകളുണ്ട്. റഷ്യ, ഇറാൻ, ഫ്രാൻസ്, നേപ്പാൾ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ഇറാൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി 33ാമത്തെ ചോദ്യം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ? നമുക്കറിയാം, ഒഡീഷയും ആന്ധ്രാപ്രദേശിലുമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അടുത്തിടെ ഒഡീഷയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഒക്കെ പുതിയ മുഖ്യമന്ത്രിമാര് സ്ഥാനമേറ്റിട്ടുണ്ട് അല്ലെ. ഇനി 34ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 34ാമത്തെ ചോദ്യം എന്താ? ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ എന്ന് പറയുന്നത്? 4 ഓപ്ഷനുകളാണുള്ളത്. കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ, പാലക്കാട്. ശേഷം 1ഉം 2ഉമാണ് ശരി, 2ഉം 3ഉമാണ് ശരി, 3ഉം 4ഉമാണ് ശരി, 1ഉം 4ഉമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷനുകളും നൽകിയിട്ടുണ്ട്. ഏതാണ് ശരി എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് ശരി, 1ഉം 2ഉം. അതായത് കണ്ണൂരും കാസർഗോഡുമാണ് ഏതുമായിട്ട് അതിർത്തി പങ്കിടുന്നത്? കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഇനി 35ാമത്തെ ചോദ്യം. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷനുകൾ ഇവയാണ്. 78, 63, 92, 67. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ 78 ആണ്. ഇനി അടുത്ത ചോദ്യം.
താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. 4 ഓപ്ഷനുകളാണുള്ളത്. ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം, അതുപോലെ അഷ്ടമുടി കായൽ, വെള്ളായണി കായൽ. ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം, അഷ്ടമുടി കായലാണ് തെറ്റായത്. കാരണം എന്താ, ശാസ്താംകോട്ട കായലായിക്കോട്ടെ, പൂക്കോട് തടാകമായിക്കോട്ടെ, വെള്ളായണി തടാകമായിക്കോട്ടെ ഒക്കെയും എന്താണ്, ശുദ്ധജല തടാകങ്ങളാണ്. എന്നാൽ അഷ്ടമുടി കായൽ ശുദ്ധജല തടാകമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, അഷ്ടമുടി കായലാണ്. ഇനി അടുത്ത ചോദ്യം, പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറയുന്നത്. 4 ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നു. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായിട്ട് ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്. ബാക്കിയുള്ള ഓപ്ഷൻ ആയിട്ടുള്ള ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അതായത് പെരിയാർ നദി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എറണാകുളം ജില്ലയിൽ വെച്ചാണ് പെരിയാർ നദി അറബിക്കടലുമായിട്ട് ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് പെരിയാർ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണ്. ആ പ്രസ്താവനകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി വരുന്ന പരീക്ഷകളിൽ ഈ പ്രസ്താവന പല രീതിയിലും മാറ്റിയും മറിച്ചും ഇട്ടേക്കാം. അതുകൊണ്ട് ഈ പ്രസ്താവന നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക എന്നാണ് പറയുന്നത്. പള്ളിവാസൽ ഇടുക്കി എന്ന് പറയുന്നു, ഷോളയാർ പാലക്കാട്, കുറ്റ്യാടി കോഴിക്കോട്, കല്ലട കൊല്ലം. ഇതിൽ ഏതാണ് ചേരാത്ത ജോഡി എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. പള്ളിവാസൽ എന്ന് പറയുന്നത് ഇടുക്കിയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ കുറ്റ്യാടി കോഴിക്കോടാണ്, കല്ലട കൊല്ലമാണ്. എന്നാൽ ഷോളയാർ പാലക്കാടല്ല, ഷോളയാർ എവിടെയാ? തൃശ്ശൂരാണ്. അപ്പോൾ തെറ്റായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, ഷോളയാർ പാലക്കാട് എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ഇനി അടുത്തതായിട്ട് 39ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം, അത് ഓപ്ഷൻ ഡി, ആറളമാണ് തെറ്റായിട്ടുള്ളത്. ആറളം കണ്ണൂർ ജില്ലയിലാണ്. എന്നാൽ പെരിയാർ, ചിന്നാർ, കുറിഞ്ഞിമല എന്നിവയൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. ഇനി 40ാമത്തെ ചോദ്യം, വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയ ഉദ്യാനം ഏതാണ് എന്നുള്ളതാണ്. ഇതൊക്കെ കോമൺ ആയിട്ട് പണ്ടേ PSC ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ചോദ്യങ്ങളാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ ബി, ഇരവികുളം ദേശീയ ഉദ്യാനമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്തതായിട്ട് 41ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് ബേപ്പൂർ കോഴിക്കോട്, മുനമ്പം എറണാകുളം, ശക്തികുളങ്ങര ആലപ്പുഴ, തോപ്പുംപടി തൃശ്ശൂർ, അഴീക്കൽ കൊല്ലം. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഏതൊക്കെയാ? 1, 2, 5 എന്നിവയാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതായത് ബേപ്പൂര് കോഴിക്കോട് ജില്ലയിലാണ്, മുനമ്പം എറണാകുളം ജില്ലയിലാണ്, അഴീക്കല് കൊല്ലം ജില്ലയിലാണ്. ഇനി 42ാമത്തെ ചോദ്യം, ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M ശ്രീശങ്കർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി, അത്ലറ്റിക്സ് ആണ്. അത്ലറ്റിക്സിൽ ഏത് വിഭാഗത്തിലാണ് പങ്കെടുക്കുന്നത് ഇദ്ദേഹം? അത്ലറ്റിക്സിലെ ലോങ് ജമ്പിലാണ് പങ്കെടുക്കുന്നത്. M ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കുക. ഇനി 43ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏത് എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷനുകൾ ഇവയാണ്: ഇന്ത്യൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഇതിൽ ഏതാണ് ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പുകളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് എന്നാണ് ചോദിക്കുന്നത്? എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അത് ഓപ്ഷൻ ഡി, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. ഇനി 44ാമത്തെ ചോദ്യം, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷനുകളാണുള്ളത്. അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി.
ഇത് ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും പറയാൻ സാധിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ഓപ്ഷൻ ഒന്ന് പരിശോധിച്ചേ. അന്ത്യോദയ അന്ന യോജന. അന്ത്യോദയ അന്ന യോജന എന്ന് പറയുമ്പോൾ അന്ന എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്കത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി രണ്ടാമത്തെ ബി ഓപ്ഷൻ പരിശോധിച്ചാൽ അന്നപൂർണ, അതും ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഇനി സി ഓപ്ഷൻ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. റോസ്ഗാർ എന്ന് വെച്ചാൽ എന്താ? തൊഴിൽ എന്നതാണ് ഹിന്ദിയിൽ അർത്ഥം. അപ്പോൾ അവിടെ തന്നെ നമുക്കറിയാം സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അപ്പോൾ അത് എവിടെയുള്ള തൊഴിലാണ്? നഗരങ്ങളിലുള്ള തൊഴിലാണ് പറയുന്നത് അല്ലെ. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഷഹാരി എന്നതിന്റെ അർത്ഥം അറിയാത്തവർക്ക് ഷഹാരി റോസ്ഗാർ യോജന ശരിയായിട്ടുള്ള ആൻസർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടാകാം. എന്നാൽ നിങ്ങൾ ഡി ഓപ്ഷൻ പരിശോധിച്ചേ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ ഡി ഓപ്ഷൻ കൂടി പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അതിൽ തന്നെയുണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്, ഗ്രാമങ്ങളിലാണ് തൊഴിലുറപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് എന്ന് പറയുന്നതിൽ അതിൽ അർത്ഥമില്ല. അപ്പോൾ നമുക്ക് ഒരു സംശയവുമില്ലാതെ ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയിലേക്ക് ഉത്തരം കർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ 44ന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇനി 45ാമത്തെ ചോദ്യം. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഇതും ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി 46ാമത്തെ ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതും നമുക്കറിയാവുന്ന ചോദ്യമാണ്. ഏതാണ്? ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി 47ാമത്തെ ചോദ്യം. 47ാമത്തെ ചോദ്യം എന്താണ്? ആഹാരം നന്നായി ചവച്ചരയ്ക്കണം അല്ലെങ്കിൽ ചവച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ഇതൊക്കെ 2ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചാൽ പോലും അറിയുന്ന തരത്തിലുള്ള ചോദ്യമാണ് അല്ലേ. നോക്കിയേ, ആഹാരത്തിന്റെ രുചി അറിയാൻ എന്നതാണ് 1ാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ബി ഓപ്ഷനായിട്ട് നൽകിയിരിക്കുന്നത് പല്ലിന് വ്യായാമം ലഭിക്കാൻ. സി ഓപ്ഷൻ ദഹനം സുഗമമാക്കാൻ. ഡി ഓപ്ഷൻ ആഹാരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ. ഇങ്ങനെ 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കില്ലേ ഏതാ ആൻസർ എന്ന് പറയുന്നത്? ദഹനം സുഗമമാക്കുവാൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി 48ാമത്തെ ചോദ്യം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ആസിഡ്? അത് മാലിക് ആസിഡ് ആണ്. മാലിക് ആസിഡ് ആണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത്. 49ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേര് എന്താണ്? ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേര് എന്താണ്? ഏതാണ്? ആദിത്യ L1 എന്നുള്ളതാണ് ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേര്. മംഗൾയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ്. ചന്ദ്രയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചന്ദ്രദൗത്യമാണ്. അതുപോലെ ഗഗൻയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ്. അതായത് ബഹിരാകാശത്തേക്ക് മനുഷ്യരെ കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇനി 50ാമത്തെ ചോദ്യം. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി വിരാട് കോഹ്ലിയാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഇതും മുന്നേ PSC ചോദിച്ചത് തന്നെയാണ്. അതാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ എ അല്ലു അർജുൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയത് അല്ലു അർജുൻ ആണ്. ഇനി അടുത്ത ചോദ്യം. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന വേദി എവിടെയാണ്? 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന വേദി എവിടെയാണ്? ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി പാരീസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഇതൊക്കെ അപര്യാപ്തത രോഗമാണ് അല്ലെ. നിശാന്തതയായാലും സ്കർവി ആയാലും വിറ്റാമിൻസിന്റെ അപര്യാപ്തത രോഗമാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? അപര്യാപ്തത രോഗം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി 54ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം നെല്ലിനങ്ങൾ ഏവ?
താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷനുകളുണ്ട്. ലോല മാലിക, കിരൺ അർക്ക, സൂര്യ ശ്വേത, പവിത്ര അന്നപൂർണ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി, പവിത്ര അന്നപൂർണ. 55-ാമത്തെ ചോദ്യം, ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. ആ ചോദ്യമൊക്കെ കണ്ടാലുണ്ടല്ലോ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ടായിരിക്കാം. പക്ഷെ ഓപ്ഷൻ കണ്ടാലാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷനാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ? ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു. എല്ലാവർക്കും അറിയാം പ്ലാസ്റ്റിക് മണ്ണിൽ നശിക്കില്ല അല്ലെങ്കിൽ അലിഞ്ഞു ചേരുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ബി ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ? മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു. അപ്പോൾ ഇത് നശിക്കാതെ ഇരുന്നാൽ മണ്ണിലേക്ക് ജലം ഇറങ്ങില്ല എന്നുള്ള കാര്യവും നമുക്ക് ചിന്തിക്കാലോ. സി ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ? വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. ശരിയല്ലേ? വേരുകൾക്ക് ഭൂമിയുടെ അടിയിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഈ പ്ലാസ്റ്റിക് കാരണം. അതുപോലെ തന്നെ ഡി ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ? മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയല്ലേ? അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഇനി 56-ാമത്തെ ചോദ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1, 3 ശരി എന്നാണ് പറയുന്നത്. അതായത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും കാൽസ്യവും ഫോസ്ഫറസും ആവശ്യമാണ്. ഇനി 57-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ എന്നാണ് ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? 4 ഓപ്ഷനുകളുണ്ട്. സഞ്ചാരി പ്രാവ്, മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക്, ക്വാഗ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? നമുക്കറിയാം മലമുഴക്കി വേഴാമ്പലും അതുപോലെ തന്നെ മലബാർ വെരുകുമാണ് ഈ പറയുന്നതിൽ വംശനാശ ഭീഷണി നേരിടുന്നവ. ഏതൊക്കെയാണ്? മലമുഴക്കി വേഴാമ്പലും അതുപോലെ തന്നെ മലബാർ വെരുകും. ഇനി 58-ാമത്തെ ചോദ്യം, 2023-ൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? ഇതൊക്കെ എത്ര സിമ്പിളായിട്ട് കിട്ടുന്ന ചോദ്യമാണ്. നിപ്പ എന്ന് കേട്ടാൽ എല്ലാവർക്കും ഓൺ ദ സ്പോട്ടിൽ ഉത്തരം വരുന്നത് എവിടേക്കാ? കോഴിക്കോടാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഇനി 59-ാമത്തെ ചോദ്യം, എന്താണ് 59-ാമത്തെ ചോദ്യം? ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ കറന്റ് അഫയേഴ്സിന്റെ PDF നമ്മുടെ കേരള ഹൈക്കോർട്ടിന്റെ OA പരീക്ഷയ്ക്ക് വേണ്ടി കൊടുത്തപ്പോൾ അതിൽ ആദ്യ മാസത്തിൽ തന്നെ 2023 ജനുവരി മാസത്തിൽ തന്നെ കൊടുത്ത കറന്റ് അഫയേഴ്സ് ആണ് ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത് എന്നുള്ളത്. എന്ത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി, ചെറുധാന്യ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്. ഇനി 60-ാമത്തെ ചോദ്യം, ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ഏതാണ്? ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞേ. അലൂമിനിയത്തിന്റെ അയിരാണോ ബോക്സൈറ്റ് എന്ന് പറയുന്നത്? എല്ലാവർക്കും അറിയാം അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. സിങ്കിന്റെ അയിരാണോ ഗലീന എന്ന് പറയുന്നത്? അവിടെയാണ് ഒരു സംശയമുള്ളത് അല്ലേ. സിങ്കിന്റെ അയിരാണോ ഗലീന? അല്ല, സിങ്കിന്റെ അയിര് എന്താണ്? അത് കലാമിനാണ്, ഗലീന അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. സിങ്കിന്റെ അയിര് ഗലീനയല്ല, സിങ്കിന്റെ അയിര് കലാമിനാണ്. അതുപോലെ തന്നെ സി ഓപ്ഷൻ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇരുമ്പിന്റെ അയിരാണ് ഹാമറ്റൈറ്റ്, അതുപോലെ തന്നെ കോപ്പറിന്റെ അയിരാണ് കുപ്രൈറ്റ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി 61-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്തിനെയൊക്കെ ആശ്രയിക്കാം? 4 ഓപ്ഷനുകളുണ്ട്. ഉയരം, മാസ്, പ്രവേഗം, ഗുരുത്വാകർഷണം. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് 2ഉം 3ഉമാണ്. 2ഉം 3ഉം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് ആ വസ്തുവിന്റെ മാസ്, രണ്ടാമതായിട്ട് അതിന്റെ പ്രവേഗം. ഇവയാണ് ഗതികോർജത്തിനെ ബാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് 62-ാമത്തെ ചോദ്യം, എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗംഗ്രി ബവെന്റി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി
ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം അല്ലെങ്കിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ക്വാണ്ടം ഡോട്ട്സ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷൻ എ ഒന്ന് നിങ്ങൾ നോക്കിയേ. ക്ലിക്ക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ കുറേ പേര് കറുപ്പിച്ചിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രസതന്ത്രത്തിന് 2022 ക്ലിക്ക് കെമിസ്ട്രിക്കാണ് അവാർഡ് കൊടുത്തത്. അതായത് ക്ലിക്ക് കെമിസ്ട്രി, ബയോ ഓർത്തോഗണൽ കെമിസ്ട്രി എന്നിവ വികസിപ്പിച്ചതിന് 2022 കരോളിൻ ആർ ബർട്ടോസി, അതുപോലെ തന്നെ മോർട്ടൻ പി മെൽഡൽ, കാരൽ ബാരി ഷാർപ്ലസ്, ഇത്രയും പേർക്ക്, അതായത് 3 പേർക്ക് 2022 നൊബേൽ ലഭിച്ചിട്ടുണ്ട് കെമിസ്ട്രി വിഭാഗത്തിൽ. എന്നാൽ ഇത്തവണ, അതായത് 2023 ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണത്, 2023 നൊബേൽ ലഭിച്ചിരിക്കുന്നത് ഈ പറയുന്ന ലൂയിസ് ഇ ബ്രൂസ്, അതുപോലെ തന്നെ മൗങ്കി ബാവെൻറ്റി, അതുപോലെ അലക്സി ഇക്കിമോവ് എന്നിവർക്കാണ്. അവർക്ക് 2023 അവാർഡ് നേടിക്കൊടുത്തത് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്ന പ്രവർത്തനത്തിനാണ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് തെറ്റിക്കാൻ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യത്തെ ഓപ്ഷനായിട്ട് ക്ലിക്ക് കെമിസ്ട്രി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി 63ാമത്തെ ചോദ്യം, ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ഏതെല്ലാണ് ശരിയല്ലാത്തത്? നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ കൊടുത്തിരിക്കുന്നത്? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ? ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. മൂന്നാമത്തെ ഓപ്ഷനായിട്ട് നൽകിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കും. നാലാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ഇതിലേതാണ് തെറ്റായത്? ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്ന് പറയുന്നതിലെ തെറ്റ്. അപ്പോൾ ഓപ്ഷൻ സി 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് ചന്ദ്രയാനിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. ഇപ്പോൾ അടുത്തിടെ നടന്നിരിക്കുന്ന സകല പരീക്ഷകൾക്കും ഒന്നിനു പോലും ഒഴിയാതെ ചന്ദ്രയാനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു 10th നിലവാരത്തിൽ വന്നിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചന്ദ്രയാനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, അതായത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്ര പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കുറച്ച് അത്യാവശ്യം നല്ല പോലെ പഠിച്ചവർക്ക് ഈ ഒരു ചന്ദ്രയാന്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം കണ്ടാൽ തന്നെ മനസ്സിലാകും. ചോദ്യം ഇതാണ്: ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷനുകളുണ്ട്: ബ്യൂട്ടൈൻ, ദ്രാവക അമോണിയ, സൾഫർ ഡയോക്സൈഡ്, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ഇത് അത്യാവശ്യം പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലേ? അല്ലാത്തവർക്ക് കറക്കി കുത്തിയിട്ടൊക്കെ തെറ്റിക്കാനുള്ള ഏറ്റവും നല്ലൊരു ചോദ്യം തന്നെയാണിത്. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 65ാമത്തെ ചോദ്യം: എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോണിന്റെ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷനുകളുണ്ട്: 3, 2, 8, 11. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? 3 ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി 66ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? 66ാമത്തെ ചോദ്യം: ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 4 ഓപ്ഷനുകളുണ്ട്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഒരു ലോഹമാണ്. ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ആണ് റേഡിയം. സൂര്യനിലെയും നക്ഷത്രത്തിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ഇത്രയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയല്ലല്ലോ കണ്ടുപിടിക്കേണ്ടത്, ശരിയായിട്ടുള്ളവയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളവ? 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളവ. അതായത് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അതുപോലെ തന്നെ സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഓപ്ഷനുകൾ എന്ന് പറയുന്നത്. ഇനി 67ാമത്തെ ചോദ്യം: ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഡയേറിയയ്ക്ക് കാരണമായിട്ടുള്ളത് ഏത് രോഗാണുവാണ്? ഡയേറിയയ്ക്ക് കാരണം
വൈറസ് ആണോ, അല്ലെങ്കിൽ പ്രോട്ടോസോവയാണോ, അതുമല്ലെങ്കിൽ ഫംഗസ് ആണോ, അതുമല്ലെങ്കിൽ ബാക്ടീരിയ ആണോ? ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ബാക്ടീരിയ ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? രോഗങ്ങൾ? ഒന്നെന്ന് പറയുന്നത് മന്താണ്. പിന്നെയോ മലമ്പനി നമുക്ക് എന്തുകൊണ്ട് പ്രതിരോധിക്കാം? കൊതുകിന്റെ നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇനി 69ാമത്തെ ചോദ്യം, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കുവാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാലാമത്തെ ഓപ്ഷനായിട്ട് നൽകിയിരിക്കുന്നത് ഊർജ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ഇതിൽ ഏതാണ് ശരിയായവ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. അതായത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കുവാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു തരം ധാന്യകമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സസ്യങ്ങളുടെ നാരുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതും ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഇനി അടുത്ത ചോദ്യം, 70ാമത്തെ ചോദ്യം, ഹൃദയമിടിപ്പ് അറിയുവാനുള്ള ഉപകരണം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഹൃദയമിടിപ്പ് അറിയുവാനുള്ള ഉപകരണം എല്ലാവർക്കും അറിയാലോ, അത് സ്റ്റെതസ്കോപ്പ് ആണ്. ഇനി 71ാമത്തെ ചോദ്യം, വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ശരിയായതല്ല വേണ്ടത്, ശരിയല്ലാത്തതാണ് വേണ്ടത്. എ ഓപ്ഷനായിട്ട് നൽകിയിരിക്കുന്നു വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെയാണ് നൽകുന്നത്. ഈ ഒരു പ്രസ്താവന ശരിയാണോ? നമുക്കറിയാം വാക്സിനുകൾ കുത്തിവയ്പ്പിലൂടെ മാത്രമല്ല തുള്ളി മരുന്നൊക്കെ ആയിട്ട് നൽകാറുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ് എന്ന് പറയുമ്പോൾ അതാണ് തെറ്റായത്, ശരിയല്ലാത്തത് എന്ന് മനസ്സിലായി. എങ്കിലും നമുക്ക് അടുത്ത 4 ഓപ്ഷൻ കൂടെ പരിശോധിക്കാം. രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ശരീരത്തിന് കൃത്യമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് എന്ന് പറയുന്നു. ശരിയാണ്. ഈ ഒരു പ്രസ്താവനയുടെ ആ ഒരു പോയിന്റ് വന്നിരിക്കുന്നത് SCERTയുടെ ആ ഒരു പാഠഭാഗത്തിൽ നിന്നാണ്. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നവർക്ക് ഈ ഒരു പോയിന്റ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാകും. ഇനി സി ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ആണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. അതും ശരിയാണ്. ഡി ഓപ്ഷനായിട്ട് നൽകിയിരിക്കുന്നത് ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതും ശരി തന്നെയാണ്. ഇനി 72ാമത്തെ ചോദ്യം, വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ജ്ഞാനേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് കണ്ണുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് 5ാം ക്ലാസ്സിലെ SCERTനെ ബേസ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ്. കൃത്യമായിട്ട് ഇതുപോലെ തന്നെ വൈറ്റ് കെയിനെ കുറിച്ചും ടാക്ടൈൽ വാച്ചിനെ കുറിച്ചും അതുപോലെ ടോക്കിംഗ് വാച്ചിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ആ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഭൂരിഭാഗം ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി 73ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുക. ഏതാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്? 4 ഓപ്ഷനുകളുണ്ട്. ക്ഷയം വൈറസ് എന്ന് പറയുന്നു, ചിക്കൻ പോക്സ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നു, മലേറിയ ഫംഗസ് കൊണ്ടാണെന്ന് പറയുന്നു, ഡയേറിയ ബാക്ടീരിയ കൊണ്ടാണെന്ന് പറയുന്നു. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ, ശരിയായിട്ടുള്ള ജോഡി? നമുക്കറിയാം ഡയേറിയ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രോഗമാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. നമ്മൾ കുറച്ച് മുന്നേ ഇതേപോലെ തന്നെ ഒരു ചോദ്യം വന്നിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുറച്ച് മുന്നേ, അതായത് 67ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരുന്നു, ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. അതേ ചോദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിച്ച് ഇവിടെ ചോദിച്ചിരിക്കുകയാണ്, വീണ്ടും ആവർത്തിച്ച് വന്നിരിക്കുകയാണ്. ഇനി 74ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 74ാമത്തെ ചോദ്യം എന്താ? ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അണുബാധ, ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകൾ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്?
ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് 1ഉം 2ഉം ശരിയാണ്. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. എന്നാൽ അണുബാധയായാലും ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളായാലും എന്തല്ല, അതൊരു ജീവിതശൈലി രോഗമല്ല. ഇനി 75ാമത്തെ ചോദ്യം, വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. 75ാമത്തെ ചോദ്യം, ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? നിങ്ങൾ തന്നെ വളരെ പെട്ടെന്ന് പറഞ്ഞേ. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്നതാണ് ശരിയല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ ഒരു ചോദ്യങ്ങളൊക്കെ വിട്ടുപോകുന്നത്. ഇനി 76ാമത്തെ ചോദ്യം, കേരളത്തിൽ വ്യാപകമായി ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കുവാൻ അനുവദിക്കരുത്, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക, കൊതുക് വല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? നമുക്കറിയാം, ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്, അതുപോലെ തന്നെ കൊതുക് വല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഇവയാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അതൊക്കെ ബേസിക് ആയിട്ട് പഠിക്കാതെ തന്നെ അറിയുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് നമുക്കതൊന്നും അത്ര ചർച്ച ചെയ്യേണ്ട ആവശ്യകതയില്ല. ഇനി 77ാമത്തെ ചോദ്യം, ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരുപാട് പേര് ഇതിന് ഉത്തരം എഴുതാൻ സാധ്യതയില്ല. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഹൃദയവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഡിവൈസ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏത് സംസ്ഥാനത്തെയാണ്? അസമിലെയാണ്. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? അസമിലെ മാന്ത്രിക അരി എന്നാണ് അറിയപ്പെടുന്നത്. അസമിലെ മാന്ത്രിക അരി എന്നാണ് അറിയപ്പെടുന്നത്. 79ാമത്തെ ചോദ്യം, 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയാണ്. ഇനി 80ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദിക്കുന്നത്. അത് ഓപ്ഷൻ എ കേരളമാണ്. അപ്പോൾ നമ്മൾ 80 ജനറൽ നോളജിലെ ചോദ്യങ്ങളും പഠിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയുള്ളത് 20 മാത്സിന്റെ ചോദ്യങ്ങളാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് മാത്സിന്റെ എക്സ്പ്ലനേഷൻ അടക്കം നമുക്ക് ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ് നടത്താം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇനിയുള്ള പരീക്ഷകൾക്കും ഈ ഒരു ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ആവർത്തിച്ച് കയറി വരുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യങ്ങളെല്ലാം തന്നെ ഒന്നുപോലും വിട്ടുപോകാതെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.